ഹായ്, ഞാൻ ശ്രീലത. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമുക്കിന്ന് തൈര് ഉപയോഗിച്ച് ഒരു ഒഴിച്ചുകൂട്ടാൻ പച്ചപ്പച്ചടി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് തൈര് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് കടുകും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അല്പം മാത്രം മതി, കടുകും ജീരകവും ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. എന്നിട്ടിത് നന്നായി അരച്ചതിന് ശേഷം ഈ തൈരിലേക്ക് നമ്മൾ യോജിപ്പിച്ച് ചേർക്കുക. അതിനുശേഷം ഇത് കടുക് താളിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും നമ്മൾ ഈ അരപ്പാണെങ്കിലും അതല്ല തൈരാണെങ്കിലും നമ്മൾ അടുപ്പിൽ വെക്കുന്നില്ല. ഇത് താഴെ വെച്ച് തന്നെ നമ്മൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ അരപ്പ് ചേർക്കുന്നതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളവും പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിന് ഒന്ന് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണൊക്കെ മതി. അതിനുശേഷം ഒരു ലേശം കടുകും ഉലുവയും അതിനകത്തിട്ട് പൊട്ടിക്കാം. ഇതിന് ശേഷം നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ ചേർക്കാനുണ്ട്. ഒരു കഷ്ണം ചുവന്നുള്ളി, 2 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, ഇത്രയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ഈ പച്ചപ്പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർക്കുക. അങ്ങനെ നമ്മുടെ പച്ചപ്പച്ചടി റെഡിയാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങയും ജീരകവും കടുകും അരച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി. വളരെ ടേസ്റ്റിയുമാണിത്, വളരെ ഹെൽത്തിയുമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.